ഹലോ ഗൈസ്, ആ ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ. ഞങ്ങളിന്ന് പോകുന്നത് അമാന കോളനീസിലേക്കാണ്. അമാന കോളനീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജർമ്മൻ സെറ്റിൽമെൻറ്റാണ്. ഈ 7 വില്ലേജസ് ചേർന്നിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റാണ്. 1857 യു എസിലെ അയോവയിലേക്ക് മാറി താമസിച്ച ഒരു ജർമ്മൻകാരുടെ സെറ്റിൽമെൻറ്റാണ്. ഇവിടെ ആക്ച്വലി എല്ലാ ക്രിസ്മസ് സീസണിലും ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റും ട്രീസിൻ്റെ ഡെക്കറേഷൻസും ഒക്കെ ഉണ്ട്. അത് കാണാനാണ് നമ്മൾ വന്നത്. ഇവിടെ ആക്ച്വലി എൻട്രി ഫീ ഇല്ല കേട്ടോ, ഡൊണേഷൻസ് പോലെയാണ്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഒരുപാട് അടിപൊളി ട്രീസ്, ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ആ നടുക്ക് കാണുന്നതാണ് ഈ ജർമ്മൻസിൻ്റെ ട്രഡീഷണൽ ട്രീ. ഇവിടെയുള്ള ഓരോ ഓർഗനൈസേഷൻസും ഷോപ്സും അസോസിയേഷൻസും എല്ലാം അവരുടേതായിട്ടുള്ള ഒരു ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഭയങ്കര ഒരു ക്രിസ്മസ് വൈബൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സ്ലേ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിലൊക്കെ കയറി ഫോട്ടോ എടുത്തു. ഒരുപാട് പേര് ഇങ്ങനെ ടൂറിസ്റ്റുകളായിട്ടും അവിടെ ഉള്ള ആൾക്കാരെ ഒക്കെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു മെയിൻ ക്രിസ്മസ് തിങ് ടു ഡു ആണെന്ന് തോന്നുന്നു ഈ ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യുന്നത്. ഒരു വലിയ പുൽക്കൂടൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ബിയർ ഷോപ്പിൻ്റെ വകയിലൊരു ക്രിസ്മസ് ട്രീ ആണ്. ഒരുപാട് ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ആയിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നതൊക്കെ ബിയറിൻ്റെ ഷേപ്പിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു അത്. ഞങ്ങൾ ഈ ക്രിസ്മസ് ഫോറസ്റ്റും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് തന്നെ കുറച്ച് ലേറ്റായി. പുറത്തിറങ്ങിയപ്പം ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ആക്ച്വലി അവർ തന്നെ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ ഓറോവിലോ ഒക്കെ അല്ലേ, അതേപോലെ എനിക്ക് തോന്നിയത്. അവിടെ ഒരു ചോക്ലേറ്റ് ഹൗസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സൊക്കെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഹാൻഡിക്രാഫ്റ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ചോക്ലേറ്റ് ഹൗസിൽ കയറി. കുറച്ച് നല്ല അസോർട്ടഡ് ചോക്ലേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ സൈഡിൽ ഒരു വീട് പോലെ തന്നെയുള്ള അവരിവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരുപാട് ആൾക്കാർ അവിടുന്ന് ഷോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, സോർ ക്രീം ആൻഡ് ഒനിയൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിക്കറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് അവിടെയുള്ളൊരു ഇൻ്റർനാഷണൽ ക്രിസ്മസ് മാർക്കറ്റിലേക്കായിരുന്നു. അവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ഓർണമെൻറ്റ്സ്, ഡെക്കറേറ്റീവ് ഐറ്റംസും പിന്നെ അവർ തന്നെ അവിടെ ഉണ്ടാക്കിയ ഇൻഡിജിനസ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള നല്ല ക്രിസ്മസ് വൈബുള്ളൊരു ഷോപ്പായിരുന്നു. ഇതിനുള്ളിൽ തന്നെ നമ്മൾ കുറേ ടൈം നമ്മളിവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. നമുക്ക് പുറത്തെ കാര്യങ്ങളൊന്നും ഇരുട്ടാവുന്നതൊന്നും അറിയാതെ ഒരുപാട് സമയം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്ത സ്ഥലമാണിത്. ഒരുപാട് ക്രിസ്മസ് അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. സ്നോമാൻസും ഒക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരുപാട് സമയം പോയി കേട്ടോ, കാരണം നമ്മൾ കാണാത്ത ഓരോ കാഴ്ചകളിലല്ലേ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചുമ്മാ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷോ കാണിക്കുന്നതായിരുന്നു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഇവിടുത്തെ തന്നെയുള്ള ഒരു ജർമ്മൻ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. പോർക്ക് സ്നിറ്റ്സ്, എൻ്റെത് ചിക്കൻ സ്നിറ്റ്സ്. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ സ്നിറ്റ്സിൽസൊക്കെ കഴിച്ചു. ജർമ്മൻ ഓതൻറ്റിക് ഫുഡാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞു. എല്ലാവർക്കും നന്നായി വിശന്നിട്ടുണ്ടായിരുന്നു. ചില ഡിഷസിന് മാത്രം കുറച്ച് പുളി കൂടുതലായിരുന്നു. ചുരുക്കി പറഞ്ഞ ഒരു ഡേ വെൽ സ്പെൻഡ് ആയിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ഒരു ക്രിസ്മസ് വൈബൊക്കെ കിട്ടിയത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ക്രിസ്മസ്.